എന്ത് തന്നെ ജീവിതത്തിൽ വന്നാലും, സമ്പത്താകട്ടെ ദാരിദ്ര്യമാകട്ടെ, എന്ത് തന്നെ വന്നാലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി ലഭിച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായമാണ്. യാക്കോബിൻ്റെ ലേഖനം പുതിയ നിയമഗ്രന്ഥങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണ ചിന്തകളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന അനേക ചിന്തകൾ യാക്കോബിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ 5-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ധനവാന് സംഭവിക്കുവാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ്. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമതായിട്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം, പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. ഒന്നാമതായിട്ട് ധനവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബ് പറയണം, അല്ലയോ ധനവാന്മാർ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. യാക്കോബ് പറയുകയാണ്, യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന ഒരു മനുഷ്യൻ, ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, ഒരു യുവാവാണ്, ഞാൻ നിത്യജീവൻ അവകാശമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. യേശു കർത്താവ് പറയുകയാണ്, നീ ന്യായപ്രമാണം അനുസരിക്കണം, കൽപ്പനകളെ പാലിക്കണം. യേശു കർത്താവ് 6 കൽപ്പനകൾ അവനോട് പറയുകയാണ്. 5 മുതൽ 10 വരെയുള്ള 6 കൽപ്പനകൾ പറയുകയാണ്. അവൻ പറയേണ്ടത് ഇതെല്ലാം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ആചരിച്ചു വരുന്ന കൽപ്പനകളാണ്. യേശു കർത്താവിനോട് പറഞ്ഞു. 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ യേശു കർത്താവിനോട് പറഞ്ഞില്ല. ആ കൽപ്പനയാണ്, ഒറ്റ കൽപ്പനയായിട്ട് കർത്താവ് പറയുകയാണ്, നിനക്കുള്ളത് വിറ്റ് നീ എന്ത് ചെയ്യണം, ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാമെന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നിന്റെ പ്രാധാന്യമെന്ന് പറയും, നീ കൊടുക്കുന്ന പ്രാധാന്യം പണത്തിനാണ്, സമ്പത്തിനാണ്. അത് മുന്നമേ മനസ്സിലാക്കി യേശു കർത്താവ് ആദ്യത്തെ 4 കൽപ്പനകൾ അവനോട് പറഞ്ഞില്ല. കാരണം അവൻ അല്പമെങ്കിലും സമാധാനപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അവനതെല്ലാം യേശു കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് അവൻ ദുഃഖിതനായിട്ട് മടങ്ങിപ്പോയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണങ്ങളുടെ സമയത്ത് ധനവാന്മാരെ കുറിച്ച് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞാൽ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എന്ന് വെച്ചാൽ ഒട്ടകത്തെ മെരുക്കിയെടുക്കാൻ വളരെ പാടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒട്ടകത്തെ മെരുക്കിയെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ടണലുണ്ട്, ഒരു ഗേറ്റ്, ഒരു ഗുഹ. അപ്പോൾ ഇതിലൂടെ കടത്തിവിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഒരു പക്ഷേ അതിനെക്കാട്ടിലും പാടാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ യേശു കർത്താവ് പറഞ്ഞിരിക്കണം. ആ യേശു കർത്താവിൻ്റെ പ്രഭാഷണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഇവിടെ യാക്കോബൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കൂലിക്കാരൻ അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ട വ്യക്തിയുടെ കൂലി നിങ്ങൾ എന്ത് ചെയ്യുക, പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അപ്രകാരം ചെയ്യുവാനുള്ളവരാ, നിങ്ങൾ സുഖിച്ച് പുളച്ച് ഒരു ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം. പക്ഷേ 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് സംഗതിയുടെ പ്രാധാന്യമെന്ന് പറയുന്നത്. വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ അനേക ധനവാന്മാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അനേക സമ്പത്തുള്ളവരെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. അതിലൊരു വ്യക്തിയാണ് അബ്രഹാം, മറ്റൊരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ചൊന്ന് പഠിക്കുമ്പോഴത്തേക്കും ഇവിടെ ഉദാഹരണമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 7-ാമത്തെ വാക്യം തൊട്ട് 11-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് രേഖപ്പെടുത്തിയതിന് ശേഷം ദീർഘക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം സഹിഷ്ണുതയെക്കുറിച്ചുള്ള ഉദാഹരണത്തിന് ആരെക്കുറിച്ച് പറയുകയാണ്, സമ്പന്നനായ ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സമ്പന്നനാണെന്ന് പറയുവാൻ കാരണം അദ്ദേഹത്തിന് അത്രമാത്രം ധനമുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇയ്യോബിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടതെന്നും ദൈവഭക്തനുമായുള്ളൊരു മനുഷ്യനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ 7000 ആടുകൾ, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, ഇങ്ങനെ അനവധിയായിട്ടുള്ള സമ്പത്തുള്ള മനുഷ്യൻ. ഞാനൊന്ന് ചിന്തിച്ചു, 7000 ആടുകളെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആടിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ 10,000 തൊട്ട് ഒരു 15,000 വരെ.
നല്ല വലിയ ആടാണെങ്കിൽ അതിനെക്കാട്ടിലും വില കൊടുക്കണം. 10,000 രൂപ ഇട്ടാലും 7,000 ആടുകൾക്ക് ഏകദേശം 7 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അനവധി സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ആര്? ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് ഒത്തിരി ദാസ്യദാസന്മാരും ഉണ്ടായിരുന്നു, വേലക്കാരുണ്ടായിരുന്നു. അങ്ങനെ സമ്പന്നനായൊരു മനുഷ്യൻ. അപ്പം ഇദ്ദേഹം നശിച്ചു പോകത്തില്ല? അതാണ് ചോദ്യം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് യാക്കോബ് പറയുന്നത്. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയ ഇയ്യോബ് ഒരു കാരണവശാലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. മറിച്ച് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് മാത്രമേ ഇയ്യോബ് പറഞ്ഞു. ഭാര്യമെന്ന് പറയുകയാണ്, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി ചത്തുകളാൻ പറയാം. ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഭാര്യ. എന്നാൽ ഇയ്യോബ് പറയാണ്, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തിരി നന്മകൾ തന്നിട്ടില്ലേ? അല്പസമയത്തേക്ക് തിന്മ തരുമ്പോൾ നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇയ്യോബ് ആ സ്ത്രീയോട് അല്ലെങ്കിൽ ഭാര്യയോട് ഉത്തരം പറയുന്നത് കാണുവാൻ സാധിക്കും. പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്, സമ്പത്തുള്ളവനായ ഈ മനുഷ്യൻ ദൈവത്തിന് പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം കൊടുത്തവനായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് എന്തോ സംഭവിച്ചു? തന്നെ ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അത് ദരിദ്രനുള്ളതാണ്, അത് പരദേശിക്കുള്ളതാണ്, അത് ലേവ്യനുള്ളതാണ് എന്ന് പഴയ നിയമം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സമ്പത്ത് എവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരുപക്ഷെ വച്ചിട്ട് പോയതായിരിക്കാം, അല്ല എങ്കിൽ നമ്മുടെ കഠിനാധ്വാനം മുഖേന നമുക്ക് ലഭിച്ചതായിരിക്കാം. എന്നാൽ കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കാത്തൊരു പാവപ്പെട്ടവനെ കൂടെ ഓർക്കണം എന്നാണ് യാക്കോബ് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനുശേഷം താൻ പറയുന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. 13-ാം വാക്യം. സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ധനവാനാണോ? നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾ പാട്ട് പാടണം. നിങ്ങൾ ദരിദ്രനാണോ? സങ്കടങ്ങൾ അനുഭവിക്കുന്നവനാണോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത് തന്നെ ജീവിതത്തിൽ വന്നാലും, സമ്പത്താകട്ടെ ദാരിദ്ര്യമാകട്ടെ, എന്ത് തന്നെ വന്നാലും ദൈവത്തോടുള്ള ബന്ധം വിട്ടുകളയരുത് എന്നാണ് മൂന്നാമതായിട്ട് യാക്കോബ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുദാഹരണമായിട്ടൊരു വ്യക്തിയും കൂടെ പറയുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടത് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്നും മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സമ്പത്തിനെ നൽകാനും സമ്പത്തിനെ എടുത്തു മാറ്റുവാനും എന്തിന് ശക്തിയുണ്ട്? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധാരണ മനുഷ്യനായ ഏലിയാവിനെ കൊണ്ട് സാധിച്ചുവെങ്കിൽ, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ സുഖമനുഭവിക്കുകയാണോ? പാട്ടുപാടുക. ദുഃഖമനുഭവിക്കുകയാണോ? പ്രാർത്ഥിക്കുക. നോക്കൂ, ഏലിയാവിനെ നോക്കൂ. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ സമ്പദ് സമൃദ്ധി ഉണ്ടാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അർഹത അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ക്രിസ്തുവായിരിക്കണം, യേശുപ്പച്ചനായിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി വി ഹാവ് ടു ഗിവ് ടു യുവർ ഗോഡ്. ദൈവത്തിന് പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ആമേൻ.